ഉണ്ടപ്പാ ഈ ഇടുക്കിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കുറിച്ചിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ടല്ലോ. എനിക്ക് ഇത്ര അറിവ് അതിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്താ ജനങ്ങൾക്ക്. എന്തൊക്കെ ഇടുക്കിയിൽ കാണാല്? 2005 മുതൽ തുടങ്ങിയ പരിപാടിയാണിത്. ഇടുക്കിയില് ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുത്താ. ഇടുക്കിയിൽ നമ്മൾ ഇവിടുന്ന് പോകുകയാണെങ്കിൽ നമ്മൾ നേരെ പാലക്കാട് പിടിച്ചിട്ട് പാലക്കാട് നിന്ന് മറ്റേ കൊയ്യാമ്പാറ ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റ് ഇല്ലേ ഗോപാലപുരം, അത് കഴിഞ്ഞിട്ട് പൊള്ളാച്ചി പോയി ആനമലയിൽ കൂടെ കയറി പോവാം. അങ്ങനെയും പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ പോവാം. ഇങ്ങനെ ആനമല, കാന്തല്ലൂര്, പുതുവൽപേട്ട, ചിന്നാറ്, മറയൂര്, കാന്തല്ലൂര്. പിന്നെ കാന്തല്ലൂര് കറങ്ങി വന്നിട്ട് മറയൂരിൽ നിന്ന് നേരെ മൂന്നാർ പിടിക്കാം. മൂന്നാർ നമ്മൾ എരവിക്കുള നാഷണൽ പാർക്ക് കണ്ടതിന് ശേഷം മൂന്നാർ ടൗണിൽ പോകാം. മൂന്നാർ ടൗണിൽ നിന്ന് നേരെ മാട്ടുപ്പെട്ടി റോഡിൽ പോകാം. മാട്ടുപ്പെട്ടി ഡാം, കുണ്ടല ഡാം, എക്കോ പോയിന്റ്, ഷൂട്ടിംഗ് പ്ലേസ്, വട്ടവട, പൈൻ ഫോറസ്റ്റ്. അത് കഴിഞ്ഞ് വട്ടവടയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. നമ്മൾ വണ്ടി പോകില്ല, ബസ് പോകാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് വട്ടവടയിൽ. ജീപ്പ് എടുത്ത് പോകണം. വട്ടവട വ്യൂ പോയിന്റ് അടിപൊളി സ്ഥലം. കാറ് പോകും, XUV വണ്ടികളൊക്കെ കയറി പോകും. ഭയങ്കര റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഇപ്പം എന്താ ലെവലെന്ന് അറിയില്ല. അത് കണ്ടിട്ട് നേരെ റിട്ടേൺ വരിക. പിന്നെ മൂന്നാർ സെൻറ്ററിൽ നിന്ന് പിന്നെ ഗ്യാപ്പ് റോഡിന് പോകാം. ഗ്യാപ്പ് റോഡിന് പോയി കഴിഞ്ഞാൽ ആനയിറങ്ങൽ വാട്ടർഫാൾസ്, സൈഡ് സീന്, വ്യൂ പോയിന്റുകൾ, തേയിലത്തോട്ടത്തിൽ കൂടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പെരിയകനാല് വാട്ടർഫാൾസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂപ്പാറ പറഞ്ഞ സ്ഥലത്ത് പൂപ്പാറ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ 2 റൂട്ടാണ്. ഒന്ന് ബോഡിമേട്ട് വഴി കമ്പം തേനി കിടക്കാം. അതല്ലെങ്കിൽ പൂപ്പാറയിൽ നിന്ന് നേരെ മറ്റേ പൊന്മുടി ഡാം ആ ഭാഗങ്ങൾ കുറേ സ്ഥലങ്ങൾ കാണാറുണ്ട്. പൊന്മുടി തിരുവനന്തപുരത്തല്ലേ? പൊന്മുടി പടിയുണ്ട്, പൊന്മുടി ഡാമിൻ്റെ ഇടുക്കി. പിന്നെ അവിടുന്ന് 2-3 വാട്ടർഫാൾസുകളൊക്കെ കാണാണ്ട് പൊന്മുടി ആ ഏരിയയിൽ. അവർക്കൊന്നും നമ്മളാരും അങ്ങനെ പോകലില്ല. പിന്നെ ഒരു തൂക്കുവാലം കാണാണ്ട്, ഹാങ്കിങ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, തൂക്കുവാലുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യണം, പൂപ്പാറയിൽ നിന്ന് നെടുങ്കണ്ടം പോകണം. നെടുങ്കണ്ടത്തിൽ നിന്ന് നേരെ രാമക്കൽമേട് പിടിക്കാം. വാവ്, രാമക്കൽമേട് അടിപൊളി സ്ഥലമാണ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന സ്ഥലമാണെന്ന് പറയുന്നത് രാമക്കൽമേട്. അത് കണ്ടിട്ട് കമ്പമേട്, കാറ്റാടിപ്പാടൊക്കെ കണ്ടിട്ട് കമ്പമേട് ചുരം ഇറങ്ങിയാൽ മുന്തിരിത്തോട്ടത്തേക്ക് എത്തും. മുന്തിരിത്തോട്ടത്തിൽ പിന്നെ തേക്കടി പിടിക്കണം, കുമളി കയറി കഴിഞ്ഞാൽ പിന്നെ തേക്കടി പോയിട്ട്. കേരളത്തിലല്ലേ? അതെ, ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. കമ്പം മുന്തിരിത്തോട്ടം കാണാനുള്ള ഒരു കമ്പം കൊണ്ട് പോകുകയാണ് കമ്പത്തേക്ക്. അല്ലാണ്ട് അവിടെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. ഈ മുന്തിരിത്തോട്ടം കാണാൻ അങ്ങനെ പോകണം. പിന്നെ നമ്മൾ കേരളത്തിൽ തന്നെ കയറും. കമ്പമേട് നമ്മൾ ഒരുപാട് റേഞ്ച് മറ്റേ ഭയങ്കര വ്യൂ പോയിന്റാണ്. മറ്റേ രാമക്കൽമേടൊക്കെ കമ്പമേട് പോലും ഇങ്ങനെ കാണാം, വ്യൂ പോയിന്റ് കാണാം. അവിടുന്ന് പിന്നെ നമ്മളെന്ത് ചെയ്യും, പിന്നെ വണ്ടിപ്പെരിയാർ വരും. വണ്ടിപ്പെരിയാറിന് നമ്മൾ ജീപ്പ് എടുത്ത് സത്രം പോകണം. നമ്മളെ ശബരിമലയുടെ ആ ഭാഗം അടിപൊളി സ്ഥലം സത്രം. സത്രത്തിൽ പോയി ആനകളൊക്കെ കാണാം, വാട്ടർഫാൾസുകളും ഓഫ് റോഡ് സവാരി. നമ്മളെ വണ്ടി പോലും കേട്ടോ, വണ്ടി കുത്തിക്കൊണ്ടോ വരുന്നേ. അത് കഴിഞ്ഞിട്ട് സത്രത്തിൽ നിന്ന് നേരെ പരുന്തുംപാറയൊക്കെ ഇറങ്ങാം. അങ്ങനെ റൂട്ടുണ്ട്. പിന്നെ വണ്ടിപ്പെരിയാർക്ക് വരണ്ട, അങ്ങനെ പരുന്തുംപാറ ഒന്ന് ചാടാം. പരുന്തുംപാറയിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്യണം, കുട്ടിക്കാനം വരണം. കുട്ടിക്കാനത്ത് ഒരു വാട്ടർഫാൾസും ഒരു പൈൻ ഫോറസ്റ്റും കാണാനുണ്ട്. അത് കണ്ടിട്ട് നമ്മൾ നേരെ വാഗമണ്ണ് പിടിച്ചു. വാഗമണ്ണ് കോട്ടയം ഇടുക്കി ജില്ല ബോർഡറാണ് വാഗമണ്ണ്. അങ്ങനെ വാഗമണ്ണ് പോയി കഴിഞ്ഞാൽ വാഗമണ്ണിലെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പൈൻ ഫോറസ്റ്റും പൊട്ടക്കുന്നും കുരിശുമലി തങ്ങൾപ്പാറയും പിന്നെ വ്യൂ പോയിൻ്റൊക്കെ കണ്ടതിന് ശേഷം നേരെ വാഗമണ്ണ് അടിയിലേക്ക് ഇറങ്ങണം. അടിയിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇല്ലിക്കൽ കല്ല്, ഇലവിഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ലൊക്കെ. പിന്നെ തൊടുപുഴ ഒരു വാട്ടർഫാൾസും കാണാനുണ്ട്. പിന്നെ ഇടുക്കി ഡാം, ചെറുതോണി ഡാം, കാൽവേരി മൗണ്ട്, അഞ്ചുരുളി, അതൊക്കെ ഇടുക്കി ഈ സൈഡിലാണ്. ഡാമുകൾ നിൽക്കുന്ന ഭാഗത്താണ്. അങ്ങനെ കറങ്ങാനാണ് ഈ കണ്ട സ്ഥലമൊക്കെ ഒരു ദിവസം. അത് വേറെ റൂട്ട് വന്ന് വേറെ റൂട്ട് കൂടെ പോയിരുന്നത്. ഇങ്ങനെ പോയി അങ്ങനെ കറങ്ങി 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 വളഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞിട്ട് വേണമെങ്കിൽ വരും. പിന്നെ കട്ടപ്പനയിൽ കുറെ സ്ഥലങ്ങൾ കാണാം. സെന്റർ ഇടുക്കി ജില്ലയുടെ സെന്റർ പറഞ്ഞാൽ തൊടുപുഴയാണ്. ഇടുക്കി ജില്ലയുടെ മെയിൻ തൊടുപുഴയാണ്. പക്ഷെ തൊടുപുഴ അടിയിലാണ്, ബാക്കിയെല്ലാം റേഞ്ചാണ്. ഇടുക്കി ചെറിയ ടൗണാണ്. ഇടുക്കി ചെറിയ ടൗണാണ്. ഇടുക്കി ഡാം നിൽക്കുന്നിടത്തേക്ക് പറയുന്ന പേരാണ് ഇടുക്കി. ഇടുക്കി എന്ന് പറഞ്ഞിട്ട് വലിയൊരു സ്ഥലമൊന്നും കുറ്റിക്കോട് വളവാ. ഇവിടെ ഇടുക്കി ഡാമിന്റെ മേൾഭാഗത്ത് കുറച്ച് കടകളും ഹോട്ടലുകളും പിന്നെ ഒരു കുരിശുപള്ളി ഒരു കവലുണ്ട്. ആ ഭാഗത്ത് ഇടുക്കിന്ന് മറ്റേ പോണ കട്ടപ്പനയും പോണ റൂട്ട്. അവിടെ ചെന്നാൽ കാണാം ഇടുക്കിന്നൊരു ബോർഡ് കാണാം. അതാണ് ഇടുക്കി. പക്ഷേ പേര് മൊത്തത്തിൽ ജില്ലക്ക് പറയുന്ന പേര് ഇടുക്കി എന്നല്ല. ചെറിയൊരു സ്ഥലമാണ് ഇടുക്കി എന്ന് പറഞ്ഞ സ്ഥലം. എത്ര വട്ടം ഇടുക്കി പോയിട്ടുണ്ടാവും ആർക്കറിയാം.
ഫോണിനേക്കായി തോന്നെ വഴി പറഞ്ഞു കൊടുത്തില്ല. അതെ അല്ലേ? അതന്നെ ഒരു കാലത്ത് പണി. അങ്ങനെ ആൾക്കാരും വിളിച്ചു ഇന്നോടത്തെ ഇവിടെ റൂം എന്റെ വീഡിയോ കാണുന്നവർക്കേ ഫുഡ് എവിടെ കിട്ടുക, ഇപ്പത്തെ ഉണ്ടപ്പായിന്ന് അറിയുള്ളൂ. ഇത്ര ആൾക്കാർക്ക് ഇടുക്കിനെ കുറിച്ച് വഴി പറഞ്ഞു കൊടുത്ത ആളാന്നുള്ളത് ആർക്കും അറിയില്ല. നമ്മളെ സൽമാനായിട്ട് കിടക്കാൻ തമ്മിലില്ല. നമ്മളാ ഫീൽഡ് കിട്ടില്ലേ, ഒരു ടൂർ ഗൈഡ് ആവേണ്ട ആളാണ്. അതെ, ഇനി നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം. പിന്നെ നല്ല നല്ല റിസോർട്ടുകൾ കുട്ടിക്കാനം, അതേപോലെ നമുക്ക് എത്ര റിസോർട്ടുകളുണ്ട് എന്റെ കോണ്ടാക്ടില്? ഒരുപാട് റിസോർട്ടുകൾ, ചെറിയ ബഡ്ജറ്റ് മുതൽ ഡോർമെട്രി മുതൽ ഫ്രഷപ്പ് വരെ എല്ലാവിധ ഐറ്റംസും ഉണ്ട്. നല്ല 30,000 50,000 രൂപയുടെ സെറ്റപ്പ് എല്ലാം ഉണ്ട്. എല്ലാരും ബന്ധപ്പെടുക. റിസോർട്ടുകൾ അടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് റിസോർട്ടുകളാണ്. മൂന്നാറ്, ഗ്രീൻ വാലി, ആലപ്പുഴ റിസോർട്ട്, പിന്നെ കക്കാടംപൊയിൽ, വയനാട്, കൊടൈക്കനാൽ, ഇതൊക്കെ റിസോർട്ടുകളാണ്. ഇവിടെ നോക്കിയത് എത്ര കോണ്ടാക്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇത് ഫുള്ള് റിസോർട്ടാണ്. ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയ ഇതൊക്കെ റിസോർട്ടുകളാണ്. എന്താ പറയാ, ഫേമസ് ആയതിനു ശേഷം എന്നെ അറിയാൻ തുടങ്ങി? അതിന്റെ മുന്നേ അറിയോ? അല്ലല്ല, അത് നമ്മള് പണ്ടുള്ള കോണ്ടാക്ട് ആണല്ലേ? ഓ, ഇതൊക്കെ പണ്ടുള്ള കോണ്ടാക്ടുകളല്ലേ. പിന്നെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ആളാണെങ്കിൽ അതൊക്കെ ചോദിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ല, എന്റെ പേര് പറഞ്ഞ തന്നെ വല്ല ഇളവും കിട്ടുമോ? ഉണ്ട് ഇല്ലേ? ചെറിയൊരു ഇളവ് കിട്ടും. പിന്നെ നല്ല ഇതും കിട്ടും, നല്ല കെയറിംഗ് കെയറിംഗ് ആവും. നമ്മള് സ്ഥിരം വിളിക്കണല്ലേ, എപ്പോഴും നമ്മൾ വിളിക്കണേ. ആലപ്പുഴ ബോട്ടിങ് ആയാലും നമ്മൾ അറിയണ ഒരുപാട് ബോട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. ആ നമ്പർ കൊടുത്തോളൂ, 2 ടീമിന്റെ നമ്പറാണ് കൊടുക്കുക. അങ്ങനെ വിളിച്ച് സംസാരിച്ചു. പക്ഷെ നമ്മളെ കയറാപ്പിലാകുമ്പോൾ എന്താ പറയുക, കപ്പയും മീൻകറിയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും ബോട്ടിലൊക്കെ. നമ്മളെ കയറാപ്പിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ എക്സ്ട്രാ മറ്റേ ഇത് നമുക്ക് തരും. അതിന് പോലെ പൈസ ഇടാക്കലൊന്നുമില്ല. അത് നമ്മളെ ബോട്ടിൽ കൊടുക്കും. അത് പോലെ മെനുവിലില്ല കപ്പി മീൻകറി. പക്ഷേ നമ്മൾ മാക്സിമം പോലെ കൊടുക്കും നമ്മളെ റൂഫിൽ ചെല്ലുമ്പോൾ. അങ്ങനെയൊക്കെയാണ് പറയാം. അത് നമുക്ക് അടുത്ത ജില്ലയുമായിട്ട് വരാം. അതെ, അടുത്ത ജില്ല.